ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമുക്കൊരു ഗിഫ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു റെസിൻ ഫ്രെയിം, പിന്നെ ഒരു നോർമൽ ഫ്രെയിം, പിന്നെ ഡ്രസ്സ്, പിന്നെ ഒരു അബായ, അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ഹാൻഡ് ബാഗും ഒക്കെ കൂടെ, പിന്നെ കേക്ക് കൂട്ടാം, അങ്ങനെ എല്ലാം കൂടെ സർപ്രൈസായിട്ട് ഡെലിവറി ചെയ്യാനുള്ളായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഞാൻ റെസിൻ്റെ പണിയെടുക്കുന്നത്. ഇത് കെമിക്കൽ ആയതുകൊണ്ട് റിയാക്ഷന് മക്കൾക്കൊന്നും അത്ര നല്ലതല്ല, നമുക്കും നല്ലതല്ല. കയ്യിൽ ഗ്ലൗ ഇടണം, പിന്നെ മാസ്ക് ഇടണം എന്നൊക്കെയാണ്. അപ്പോൾ ഞാനിത് രണ്ടും വല്ലപ്പോഴും ഇടാറുള്ളൂ. എനിക്ക് അത്ര കംഫർട്ടല്ല അതൊക്കെ ഇട്ടാൽ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റെസിനൊക്കെ ഒഴിച്ച് വെച്ചിട്ട്, ബേസ് ഒഴിച്ച് വെച്ചിട്ട്, ഇതുപോലെ ഇങ്ങനെ വരഞ്ഞൊക്കെ ചിത്രം പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, റീലിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അതൊന്നായിട്ട് സെറ്റായി ഒരുമിച്ചായിട്ടേ നിൽക്കുള്ളൂ എന്നുള്ളത്. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, എൻ്റേത് അങ്ങനെ ആവാത്തപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സെറ്റായി തുടങ്ങിയ ശേഷമായിരിക്കും റീലിൽ കാണുന്നവരൊക്കെ ആ ഡ്രോയിങ് വരയ്ക്കുന്ന സംഭവം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഏതായാലും ഫസ്റ്റ് ലെയർ സെറ്റായ ശേഷം സെക്കൻഡ് ലെയറിനായിട്ട് നമ്മൾ ഫോട്ടോയും മാറ്ററും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് കുറച്ച് പേഴ്സും കുറച്ച് പെറ്റൽസൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കുറച്ച് ഗോൾഡ് ഫ്ലേക്സൊക്കെ ഇട്ട് റെഡിയാക്കി റെസിന് വെച്ച് സെറ്റാകാൻ വെച്ച് പിറ്റേന്ന് ഒരു 24 ഹവേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാഗ് വാങ്ങിക്കണം, അതുപോലെ തന്നെ ചുരിദാർ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ചുരിദാർ പർച്ചേസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സാധനം കൊണ്ട് കസ്റ്റമർ ഓൺലൈൻ ഉണ്ടാവുന്ന സമയത്ത് നോക്കിയിട്ട് പോകണം. കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം. അവർ പറയുന്ന റേറ്റിൽ ഭംഗിയുള്ള, അവർ പറയുന്ന കളർ ഒക്കെ ഉണ്ടെങ്കിൽ ഭംഗിയുള്ള സാധനം നോക്കി സെലക്ട് ചെയ്യണം. ഫോട്ടോ അയക്കണം, അവരെ റിപ്ലൈ കാത്ത് നിൽക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കേട്ടോ സത്യത്തിൽ ഗിഫ്റ്റിൻ്റെ പർച്ചേസിങ്. പിന്നെ നമുക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് ഒന്നുകൂടെ സത്യമായിട്ട് വരിക. അങ്ങനെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കേണ്ട ദിവസം വന്നെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിംസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ബാഗ് പർച്ചേസിങ്, ചുരിദാർ പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അബായം അവർ പറഞ്ഞ പോലെ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ വർക്കായാലും കളറും ക്ലോത്തും ഒക്കെ ഭയങ്കര ഒരു പെർഫെക്ഷനും ഭയങ്കര ഒരു കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്തും ഒക്കെ ആയിട്ടുണ്ട് തോന്നിയിട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അബായം. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റൊക്കെ രാത്രിക്ക് ആണിട്ടത് നമ്മൾക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തെടുക്കുന്നത് രാത്രി തന്നെയാണ്. മക്കളൊക്കെ ഉണ്ടായാലും എന്തോ ഒരു സുഖം കിട്ടില്ല. അങ്ങനെ നമ്മുടെ ബാഗ്, ചുരിദാർ, ഫ്രെയിംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാനാണ്, നമുക്ക് ഓരോ മോഡലുകൾ കാണുമ്പോൾ ചെയ്യാൻ പൂതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടണ്ടേ. അപ്പോൾ അത് ഓർഡേഴ്സ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ എന്നോട് അവർ പറഞ്ഞതല്ലല്ലോ, എനിക്കൊരു ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതായതുകൊണ്ട് ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാതെ തന്നെ ചെയ്ത് കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഇത് ഫോണ്ടൻറ്റിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റ് ഒഴിവാക്കി ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ട് അതിനിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ മാറ്റർ എഴുതാനുള്ളൊരു പേപ്പറും വെച്ച് മാറ്റർ എഴുതിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി. എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മേലെ വൈറ്റ് ക്രീം ഇട്ട് റൗണ്ടിലൊരു ഡിസൈനും കൊടുത്ത് അപ്പോൾ ഇതുപോലെ കിട്ടും. അങ്ങനെ നമ്മുടെ കേക്കും റെഡിയാക്കി വെച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇതൊക്കെ വീണ്ടും ഈ പൊതിഞ്ഞ് വെച്ചതൊക്കെ വീണ്ടും തുറന്നിട്ട് സൺലൈറ്റിൽ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും വേണം ശരിക്കും ഇത് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ച ശേഷമാണ് രാത്രി ഉറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോഴത്തേക്കും മാറ്റർ കുറച്ചും കൂടെ നീട്ടി എഴുതി വിഷ് കാർഡിലേക്ക്. അങ്ങനെ വിഷ് കാർഡും ബാഗും എല്ലാം റെഡിയാക്കിയിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ബാഗ് മിസ്സായണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോ വീട്ടിൽ പോയി സാധനം കൊടുത്തായിരുന്നു. എന്ത് ചെയ്യാനാണ്, നമ്മളെവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടരുത് ഏത് പറയുന്നതായിരിക്കും മിക്കവാറും കിട്ടുക. ഒന്നുമല്ല, ലേഡീസിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പം മിക്കവാറും അങ്ങനത്തെ വീഡിയോസാണ് വേറെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പ്രൈവസി ഇഷ്യൂ കാരണം അവർ സമ്മതിക്കാറില്ല. അപ്പോൾ ഇത് ശരിക്കും കസ്റ്റമർ ഗിഫ്റ്റ് ബോക്സ് ആയിട്ടായിരുന്നു സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് വെറുതെ ആ ബോക്സ് നമുക്കൊരു യൂസും ഇല്ലാണ്ട് നമ്മൾ 300-350 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വെറുതെ അന്ന് കാണാനൊരു ഭംഗി എന്നല്ലാതെ പിന്നെ അതിനോട് ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ബാഗ് വാങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ആ ബാഗ് അങ്ങോട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വീണ്ടും തുറന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്
വീണ്ടും ബാഗിൽ തന്നെ സെറ്റ് ചെയ്ത് നമ്മളുടെ സർപ്രൈസ് ആയിട്ട് തന്നെ കൊണ്ട് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേക്കും ഗിഫ്റ്റും സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ്. പൈസ നിങ്ങളതാണ്, ഒക്കെ ശരി തന്നെ, പക്ഷേ സമയം നമ്മളതാണ്. നമ്മുടേതായ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മളിതിന് പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു പേയ്മെൻറ്റ്, പിന്നെ നമ്മളെ യാത്രേൻ്റെ ചിലവ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഒരു സങ്കടം വിചാരിക്കേണ്ട.